എന്താ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു മാറ്റം. തോണിക്കാരാ, എന്താ ഒരു മനുഷ്യനും കാണാനില്ലല്ലോ. അവിടുന്ന് ഇവിടുന്നൊക്കെ എത്തി വെക്കണുണ്ടാ തോണിക്കാരാ. ഇയാളുടെ എവിടെ പോയി കിടക്ക? ഏതായി കങ്കാരു? നിങ്ങൾ ആരെയും കൂക്കി വിളിച്ചണേ? ഞാൻ എന്റെ നാട്ടിൽ പോവാനേ തോണിക്കാരനെ കൂക്കിയതാ. ഓഹോ, അല്ല, ഈ കടവുകാരൻ എവിടെ പോയി? കടവുകാരനോ? ഓ, ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും. എന്താടാ ഇരിക്കണ്? എന്താ എന്താ ഇതാരാ? ഏതോ ഒരു പിരാന്തൻ ഈ കാലത്ത് കടവ് തോണിക്ക് കൂക്കി വിളിക്കുക. എന്താ ഇത് വിളിക്ക? എന്ത് മുണ്ടാക്ക്? എന്താ ആളെ കളിയാക്കാ? കെട്ടിയെടുത്തതിനൊക്കെ ഞാനിവിടുന്ന് ഒരു 10-40 കൊല്ലാണ്ട് മാറിയപ്പോൾ കുട്ടികളുടെ കോലം മാറിയിട്ട. അല്ല, എന്താ പ്രശ്നം? ഏട് നിങ്ങള്? അല്ല, പ്രശ്നം പറഞ്ഞിട്ടെന്താ? അല്ല, വെറുതെ ചോദിച്ചാ. നിങ്ങൾ ഇന്നൊന്ന് അക്കരെ എത്തിച്ചേരോ? 10-40 കൊല്ലം മുമ്പ് കീപറമ്പിൽ നിന്ന് നാട് വിട്ട് പോയാളാ ഞാൻ. ഒരു വർത്താനം അറിയാതെ ഗുജറാത്തിലൊരു ഗല്ലിയിലായിരുന്നു ഞാൻ. സുബ്ഹാനല്ലാഹ്. ഒരു മീൻ ലോറിയിൽ കയറിയിട്ടാണ് ഞാൻ അരീക്കോട് ഇറങ്ങിയത്. ഈ താഴത്തങ്ങാടിയിൽ എത്തിയപ്പോഴാ ഒരു സമാധാനമായത്. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടാ. ശരിയാ, ഇവിടെ തോണി കാണാനില്ല. അതുകൊണ്ടല്ലേ ഞാൻ കൂക്കിയത്. നിങ്ങൾ ഏത് ലോകത്താ? എന്താ അങ്ങനെയൊക്കെ? നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ അക്കരക്ക് എത്തിച്ചു തരുമോ? തോണിയിലോ? കടുത്ത് തോണിയിലോ? ഇവിടെ അല്ല, വല്ല പെണ്ണ് കേസിലോ കളവ് കേസിലോ പെട്ടുകാട്ട് നാടിട്ട് പോയതാണോ? അതൊന്നല്ല, അതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ കാര്യം. എങ്ങായി അതൊന്നല്ല. പിന്നെന്താ? അതെ, അത് കണ്ട. എന്ത് പോയേ? അതാണ് ഊറുകാട്ടിരി പഞ്ചായത്ത്. ആ ഊറുകാട്ടിരി പഞ്ചായത്ത് വെട്ടിമുറിച്ച് ഉണ്ടാക്കിയാണ് കീഴൂർ പറമ്പ് പഞ്ചായത്ത്. അത് തടയാൻ ഞങ്ങൾ കുറെ നോക്കിയതാ. പക്ഷെ UDFന്റെ ആൾക്കാരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് അതുണ്ടായി. അതിനാ നിങ്ങൾ നാടിട്ട് പോയേ? അല്ല ഭായി, നിങ്ങൾ രാവിലെ തന്നെ മുറത്തി കയറി കൊത്തുക. ഞാൻ ഒന്ന് പറയട്ടെ, പഞ്ചായത്ത് ഉണ്ടായിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 7 സീറ്റിൽ 4 എണ്ണം ഞങ്ങൾ ഇടതുപക്ഷക്കാർക്ക് കിട്ടുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു പറ്റിച്ച്. ഞാനങ്ങോട്ട് ബെറ്റ് വെച്ച്, പമ്പൻ ബെറ്റ്. തോറ്റാല് ഞാൻ നാട് വിടുന്നു, മറ്റൊരു മുടി കളയുന്ന. വോട്ടെണ്ണി എപ്പണ്ടല്ല 2 സ്വീറ്റാ കിട്ടിയത്. എന്തായി? നമ്മുടെ ബെറ്റ് നടത്താതിരിക്കാൻ പറ്റുമോ? നേതാക്കന്മാര് പറഞ്ഞു ഇഞ്ചി പാർട്ടിക്ക് വേണ്ടിയിട്ടാ ബെറ്റ് വെച്ചത്, ഇഞ്ചി പോയിക്കോ. അന്ന് വിട്ടതായിരിക്കൂലേ? അതല്ലേ സംഗതി. ആ പോക്ക് പോയതാ മോനെ. ഇതിന് വലിയ പുതുപോലെ വരാണ്ടോ? അല്ല, നിങ്ങൾക്ക് കുടുംബക്കാരും കൂട്ടക്കാരും ഇപ്പൊ അവിടെ അല്ലേ? കൂട്ടക്കാരൊന്നുമില്ല, കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ കാണണം. താഴത്തങ്ങാടി നിന്റെ ഒരു പഴയ ചങ്ങായിനെ കണ്ട്. മൂപ്പര് പറഞ്ഞ് ഉമ്മനെ നോക്കിയതും പെങ്ങളെ കെട്ടിച്ചതും KMCC-ക്കാരാണെന്ന്. ഇപ്പൊ അങ്ങനെ ഒരു പാർട്ടി നാട്ടിലുണ്ടോ? അതെ, അതൊരു പാർട്ടിയല്ല, മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വരി. അത് ശരി, ഇപ്പോഴല്ലേ അറിയുന്നത്. നിങ്ങൾ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. നിങ്ങൾ നാടിട്ട് പോയതിന്റെ ശേഷം UDF 43 വർഷം തുടർച്ചയായിട്ട് കിയാർമ്പ് പഞ്ചായത്ത് ഭരിച്ചു. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തില് ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെട്ടിന്. ആ പോയക്കും ഈ പോയക്കും 4 വമ്പം പാലങ്ങൾ വന്നു. അതിൽ 37 കൊല്ലം പഴക്കമുള്ള ആദ്യത്തെ പാലാണ് അരീക്കോട് പാലം. ഈ പാലം വരാതിരിക്കാൻ വേണ്ടി ഞാനും ഒരുപാട് സമരം ചെയ്താ. എടോ, ഈ പാലം വന്നാൽ ഈ കടത്തുകാർക്കും എല്ല പണിയുണ്ടാവോടോ. നിങ്ങൾ നാടിട്ട് പോയെന്നെ നല്ലത്. നിങ്ങളോട് പറഞ്ഞാൽ തൊള്ളയിലെ വെള്ളം പറ്റും. ഇതങ്ങൾ കുറച്ചുകൂടി താഴോട്ട് പോയാൽ 1982 CH ഉദ്ഘാടനം ചെയ്ത പാലുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങൾക്ക് കിയാർമ്പ് പഞ്ചായത്തിലെത്താം, നിങ്ങളെ നാട്ടിൽ. ആയിക്കോട്ടെ, ഏതായാലും വലിയ ഉപകാരമായി. ഏതായാലും CH ഉദ്ഘാടനം ചെയ്ത പാലുണ്ടല്ലോ, അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആ പാലത്തിന്റെ മുകളിൽ കൂടെ പോയിക്കോളാം, നിങ്ങൾ ചെയ്യേണ്ട പോയിക്കോളി. ആയിക്കോട്ടെ. വല്ലാത്തൊരു മുതലല്ലേ. മുദ്രാവാക്യത്തിനൊന്നും ഒരു വിലയില്ല എന്നാണ് എന്താ പോയി കേൾക്കുന്നത്.
നമ്മൾ അങ്ങനെ മെനക്കെട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. വേറെ വല്ല വഴി നോക്കാൻ നല്ലത്. പാലോം പാലോം നല്ല നടപ്പാലം. നടപ്പാലം നല്ലത്, വലിയ വലിയ പാലം തന്നെ ചങ്ങായി. ഇതെന്തത് വാഹനം ഓടി തുടങ്ങിയ? ഈ പോഴപ്പോൾ ഫറൂഖിലേക്കല്ലേ പോണത്? അത് ആയിരിക്കില്ലേ? എന്താ ഓ ഇതെന്താ ഇത്? പാലത്തുമ്മ കൂടെ തീവണ്ടിയോ? അതാ അതിൻ്റെ ബില്ല്. വേറൊരു വണ്ടി എന്തൊക്കെ വരുന്നത്. ഇതിപ്പോൾ എന്താപ്പെട്ടെ? നമ്മളെ നാടെത്തി. ഇതിപ്പോൾ തരി കാണുന്നത് ഈ ലീഗിട്ട് പോകണം. ഇതൊക്കെ വെക്കാനുള്ള ധൈര്യം വന്നപ്പോൾ അവർക്ക് എങ്ങനെ ഇവർക്ക് വരാതിരിക്കുക? നമ്മളൊക്കെ അവിടെ നിന്ന് പോയപ്പോൾ ഇല്ലേ, നമ്മളൊക്കെ ഒന്ന് ഓടിച്ചപ്പോൾ ഒന്നുണ്ട് കാല്. ഇതെന്താ പീ കാണുന്നത്? ഓ പരവതാനിയോ? ഓ ചെരുപ്പോൾ കൂരി വെക്കഞ്ഞ് എന്ത് കുരുത്തൊക്കെ ഇട്ടു പോലെ. അല്ലോ ചെരുപ്പ് കണ്ടിട്ട സുഖമായിട്ട് നടക്കാം. എന്താ അപ്പം റബ്ബ് ഇവിടുത്തെ ഒരു മാറ്റം വന്നത്? ഒരു കണക്കിന് ഞാനിവിടുന്ന് പോയത് നന്നായിട്ടാ. അല്ല ഈ റോഡ് ഇങ്ങനെ വെച്ചാൽ ഇവിടുത്തെ പെരയും കൂടി എങ്ങനെ ആയിരിക്കും? ലോല അല്ലാ എന്താ ഈ കാണുന്നത്? ബിൽഡിങ്ങാ. മെല്ലെ ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പം അങ്ങോട്ട് കിടക്കുക? വണ്ടികൾ മാത്രമേ ഇപ്പോൾ ചുവപ്പുള്ളൂ. ചുവപ്പിൻ്റെ വേറൊന്നും കാണാനുമില്ല ഇവിടെ. എങ്ങനെയെങ്കിലും ഇപ്പം അക്കരെ കിടക്കണല്ലോ. ഓ അവിടെ നിൽക്ക് ഒരാളാണ്ട് പോട്ടെ. അങ്ങനെ അല്ല നമ്മുടെ എരുന്തല്ലേ ഇത്? എത്ര കാലമായി ഈ വാഹനം കണ്ടിട്ട്. അല്ലോ അല്ല നമ്മളെ സഖാവല്ലേ ഇത്? അല്ല കീറമ്പലിക്ക് എത്തിയേ പോവാ? ഇതിലാണ്ട് പോയാ മതി. ഇങ്ങനെ അല്ലേ? എന്നാ പോട്ടെട്ടാ. ആയിക്കോട്ടെ. അപ്പോൾ വയ്യൊക്കെ പറഞ്ഞ എൻ്റെ ആള് നന്നായി തോന്നുന്നു. ഞാനിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞാനൊരു കമ്മ്യൂണിസ്റ്റായിട്ടാണെന്ന് പറയാം. എനിക്ക് വയ്യ. എൻ്റെ തല കറങ്ങണ്ടോ? എൻ്റെ കാറിൽ ദിവസം മുത്തപ്പ എന്നെ പൊടിച്ചോളിയേ. മക്കളെ വെള്ളം വേണ്ട വെള്ളം വേണ്ട. ഇയാള് 10-40 വർഷം മുമ്പ് നാട് വിട്ടുപോയൊരു സഖാവായിരുന്നു. കടവില് തോണി കാത്തു നിൽക്കേനെ. അപ്പോൾ കീപ്പറമ്പ് പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അയാളങ്ങോട്ട് പറഞ്ഞയച്ച്. ഇതേ വെള്ളം കുടിച്ചാൽ മാറുന്നതല്ല, പഴയൊരു ഓണങ്കറ മൂലയായിരുന്നു എൻ്റെ ഈ പഞ്ചായത്ത്. ഈ പ്രൗഢി കണ്ടിട്ട് ഞാൻ എൻ്റെ നെഞ്ചു തൊട്ട് പറയാ, ഈ പഞ്ചായത്തിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു വോട്ടുണ്ടാക്കി തരുമോ? ശ്വാസം പോകുന്നതിന് മുമ്പ് എൻ്റെ നാടിന് വേണ്ടി, UDF വേണ്ടി എനിക്കൊരു വോട്ട് ചെയ്യാം. എന്നിട്ട് എനിക്ക് മണ്ണിൽ കണ്ടുപിടിക്കണം.